Hello, good afternoon. Good afternoon, Miss. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? Clear ആണ് Miss. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അശ്വതി മിസ്സിന്റെ അവറാണെന്നറിയാം, അല്ലെങ്കിൽ ക്ലാസ് ആണെന്നറിയാം. പക്ഷെ മിസ്സിന് ഓക്കെ ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യായികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ കയറിയത്. നാളെ കുറെ പേരൊക്കെ എക്സാം എഴുതുന്നുണ്ടോ? ഉണ്ടോ? എക്സാം ഉണ്ടോ നിങ്ങൾക്ക് നാളെ? ഇല്ല, 19-ാം തീയതി. നാളെ ഇല്ല. നാളെ ഇല്ല. നാളെ എഴുതുന്നവരാരും ഇല്ല. ഓക്കെ, നമ്മുടെ ഇവിടെയൊക്കെ നാളെ ഉണ്ട്. നാളെ ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട്. 19-ാം തീയതി ആണല്ലേ? അപ്പൊ ഓക്കെ, 19-ാം തീയതിക്ക് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തുക, പറയുക. കഴിഞ്ഞ ദിവസത്തെ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ക്വസ്റ്റ്യൻ വല്ലതും ചെയ്യാൻ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യാതെ പോയത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ? എന്താ പറയ്. ഇല്ല, എല്ലാം ഇല്ല തീർത്തു. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേഗം വേഗം ചെയ്യാട്ടോ. ഞാൻ വേഗം വേഗം ചോദ്യം പറയും. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. 12,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു TV. വേഗം ചെയ്തോ, തന്നെത്താനെ ചെയ്തോ. നിങ്ങൾക്ക് അതിനുള്ള സമയം തന്നേക്കാണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടീച്ചർ തന്നെ എല്ലാ ചോദ്യവും പറഞ്ഞു, എല്ലാം നല്ല ഉത്തരവും പറഞ്ഞെന്ന് പറയും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തുമ്പോൾ അതിനൊരു ഇതുണ്ടാവും. 12,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു TV 2,400 രൂപ നഷ്ടത്തിന് വിൽക്കുന്നു. 2,400 രൂപ നഷ്ടത്തിന് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചേ. $12,000 രൂപയ്ക്ക് വാങ്ങിയ TV 2,400 രൂപ നഷ്ടത്തിന് വിൽക്കുന്നു. നഷ്ടശതമാനമാണ് കാണാൻ പറഞ്ഞേക്കണേ. %20. കിട്ടിയോ നോക്കുക എല്ലാവർക്കും? 20% എന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടി മിസ്. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വളരെ കുറച്ച് പേരുള്ളൂ. അപ്പൊ ഉണ്ടെങ്കിൽ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ആരെങ്കിലും ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം പറയുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. 1/8 1/8 പ്ലസ് 1/9 മൈനസ് 1/5. അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ്. 1/8 പ്ലസ് 1/9 മൈനസ് 1/5. ഓപ്ഷൻസ് വായിക്കുന്നോ? 13/360, 360/18, 157/360, 360/157. 13/360. 13/360. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്കുക ആർക്കെങ്കിലും? ഇല്ലല്ലോ? കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോണേ. 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ
ശരാശരി എത്ര? 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ അതിന്റെ ശരാശരിയാണ് ചോദിച്ചേക്കണേ. മൂന്നിന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ ഏതൊക്കെയാ? 3, 6, 9, 3, 6, 12, 9, 15. 12, 15. 15. ശരാശരിയാ ചോദിച്ചേക്കണേ. ശരാശരി എന്താ പറയാ? ശരാശരി 9 ആണോ കിട്ടിയേക്കണേ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ശരാശരി കാണാൻ നമുക്കറിയാലോ, തുക ബൈ എണ്ണം എന്നാണ്. പക്ഷെ കോൺസിക്യൂട്ടീവ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ്, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഗുണിതങ്ങളുടെ ഒക്കെ കാണുമ്പോ അതിന്റെ ശരാശരി എന്ന് പറയുന്നത് അതിന്റെ മിഡിൽ ടേം ആണ് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് 9 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയും ഓർക്കാം കേട്ടോ. മിഡിൽ ടേം ആണ്, മിഡിൽ ടേം, നടുവിൽ വരുന്ന സംഖ്യ. അപ്പൊ 9 ആണ് ആൻസർ വരിക. അല്ലെങ്കിൽ നിങ്ങൾ തുക ബൈ നമ്പർ അല്ലെ, നമ്മൾ ഇക്വേഷൻ അറിയാം, ആവറേജ് കാണാൻ ഇക്വേഷൻ തുക ബൈ എണ്ണമാണ് അല്ലെ. സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം എന്ന് പറയുമ്പോൾ 3, 6, 9, 12, 15 എല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ 5 സംഖ്യകളാണുള്ളത്. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. 3 കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30, 15, 45. 40, 45 ആണ്. 45 ബൈ 5. 45 ബൈ 5ന്റെ ആൻസർ നമുക്കറിയാലോ 9 തന്നെയല്ലേ. അങ്ങനെയും ഓർക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 39.4 പ്ലസ് 4, 39.4 പ്ലസ് 4 മൈനസ് 6.32 മൈനസ് 15.94. ദശാംശ സംഖ്യകൾ വന്നിട്ടുണ്ട്, പൂർണ്ണസംഖ്യയും വന്നിട്ടുണ്ട്, കൂട്ടലും കുറയ്ക്കലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ചെയ്യാട്ടാ, തെറ്റിക്കരുത്. 39.4 അതുപോലെ തന്നെ വെറും 4 അത് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പൊ അത് തമ്മിൽ കൂട്ടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടും 6.32 15.94 അത് രണ്ടും നെഗറ്റീവ്, മൈനസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്താൽ മതി. ആദ്യം കൂട്ടി കിട്ടിയ സംഖ്യകളുടെ കൂടെ മറ്റേത് രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടി നോക്ക്. ഇരുപത്തി 21.14. 21.14, 2.114 ഉണ്ട്, 211.4 ഉണ്ട്, 0.2114 ഉണ്ട്, 21.14 ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 21.14 എന്നാണോ എല്ലാവർക്കും കിട്ടിയേക്കണേ? 39.4 പിന്നെ ഒരു 4, ആ 4 കൊണ്ട് 0.4ന്റെ ചോട്ടി കൊണ്ട് എഴുതരുത്, തെറ്റാണത്. അപ്പൊ അത് ഒരു ഹോൾ നമ്പർ ആണ്. 4 എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഡെസിമൽ ഒന്നുമില്ല, ദശാംശമില്ല. അപ്പൊ 4 കൂട്ടുക, ഇതിന്റെ കൂടെയാണ് കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 43.4 ആണ്. 43.4 ഇന്ന് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക, അതിന്റെ തുക എത്രയാണോ അത് അവിടെ നിന്ന് കുറയ്ക്കണം, മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 9, 4, 2, 6 ആണ്. ഞാൻ അവിടെ എഴുതി, സോറി, 4, 2, 6 ഇങ്ങനെ നീക്കി എഴുതണം. അടുത്തത് 3, 9, 12 ആണ്. 12 ഇവിടെ ഇറക്കി എഴുതി. 12ന്റെ 2 ഇറക്കി എഴുതിട്ട് 0, 1, 11, 12ന്റെ 2 ശിഷ്ടം 1, 2, 22.26 അതിൽ നിന്ന് കുറയ്ക്കണം. 2.6 കുറയ്ക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കണം, അത് 10 ആക്കണം. 10 നിന്നാണ് 6 കുറച്ചാൽ നമുക്കറിയാം 4 ആണ് അല്ലെ. 4 ആൻസർ കിട്ടും. അതുപോലെ തന്നെ ബാക്കി ഇവിടെ 3, 3 നിന്ന് 2 പോയി കഴിഞ്ഞാൽ അപ്പൊ 4, അതുപോലെ 3 നിന്ന് 2 പോയാൽ 1 പോയിന്റ് ഇടാം, 3 നിന്ന് 2 പോയാൽ 1, 4 നിന്ന് 2 പോയാൽ 2. അപ്പൊ നമ്മുടെ ആൻസർ ഇതായിരുന്നു 21.14. 21.14. എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നവര് അല്ലെങ്കിൽ തെറ്റിപ്പോയവര് കറക്റ്റ് ചെയ്യാട്ടാ. ശരിയായോ? എല്ലാവരും ശരിയായോ? 12 പേര് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ക്ലാസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഡെസിമൽ ഇടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അത്തരം കണക്കുകൾ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അടുത്തത് തുക 99.
തുക എസ് എന്ന് ഞാൻ പേര് കൊടുക്കാണ് സമ്മ്. തുക എന്ന് പറയുന്നത് 99, വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് 49 എങ്കിൽ സംഖ്യകൾ ഏത് എന്നാണ്. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ തുക, ഇത് ഞാൻ ഷോർട്ടാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സംഖ്യകളുടെ തുക 99 അവ തമ്മിലുള്ള ഡിഫറൻസ് 49 ആണെങ്കിൽ വിച്ച് ആർ ദ നമ്പേഴ്സ്, സംഖ്യകൾ ഏത്? രണ്ട് സംഖ്യകളും കണ്ടുപിടിക്കണം. ചിലപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ തുക ഇത്ര, വ്യത്യാസം ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിലെ ചെറിയ സംഖ്യ ഏത്, വലിയ സംഖ്യ ഏത്, ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ ചോദ്യം. ഞാനിപ്പോ രണ്ട് സംഖ്യയും നിങ്ങളോട് എഴുതാനാ പറഞ്ഞത്. ഇതില് ചോദ്യം വരുന്നത് അങ്ങനെയായിരിക്കില്ല, രണ്ട് സംഖ്യയും ചിലപ്പോഴൊക്കെ ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ടും കൂടി കൂട്ടുമ്പോ 99ഉം രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ 49ഉം കിട്ടുന്ന രീതിയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നിരിക്കുന്നതിലെ ലാർജ് സംഖ്യ ഏതാണെന്നും ചോദ്യം വരാറുണ്ട്, സ്മോൾ സംഖ്യ ചെറിയ സംഖ്യ ഏതാണെന്നും ചോദ്യം വരാറുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വലിയ സംഖ്യ കാണണമെങ്കിൽ എത്ര കിട്ടാ? 25ഉം 74, 25 അല്ലെ? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒറ്റയടിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വലിയ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? വലിയ സംഖ്യ കിട്ടാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാം. അതെ, രണ്ടും കൂടി കൂട്ടാം. അതിനകത്ത് വലിയ സംഖ്യ കാണാനാണ് പറഞ്ഞേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 99ഉം 44ഉം കൂട്ടിയിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന് 2 കൊണ്ട് ഹരിക്കാം. അതുപോലെ ചെറിയ സംഖ്യയാണ് 44 അല്ല 49, ചെറിയ സംഖ്യയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് 99ഉം 49ഉം മൈനസ് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെയാണ് കിട്ടുക. ഇനി അതല്ലാതെ നമുക്ക് ചെയ്യാം. അപ്പൊ 99ഉം 49ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടിയ ടോട്ടല്? 148 അല്ലെ? 148/2, 148ന്റെ പകുതി, ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് 74. അപ്പൊ വലിയ സംഖ്യ കിട്ടി. അതുപോലെ തന്നെ 49ഉം 99 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 50 ആണ്. 50/2 25 ആണ്. ഓക്കെ, 25 കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഒക്കെ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ തുക A+B എന്ന് പറയുന്നത് 99 കിട്ടിയിട്ടുണ്ട്. അതേ സംഖ്യകൾ തന്നെ മൈനസ് ചെയ്യുമ്പോൾ A-B എന്ന് പറയുന്നത് 49 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി. പ്ലസ് മൈനസും ഒരേ സംഖ്യക്ക് വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വാല്യൂ 0 ആണ്. എയും എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2A ആണ്. 49ഉം 99 കൂട്ടിക്കഴിഞ്ഞാൽ 178 ആണ്. അല്ലെ, സോറി, അതെ 178 ആണ്. അപ്പൊ 2A എന്ന് പറയുന്നത് 138 ആണ്. 148 ആണ്. 99 49 കൂടി കൂട്ടുമ്പോ അപ്പൊ 148 ആണ് 2A എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A കാണാനായിട്ട് 148/2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് A കിട്ടി. A എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിലെ വലിയ സംഖ്യയാണ് A. -B എന്ന് പറയുമ്പോൾ B ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് ഓർക്കുക കേട്ടാ. അപ്പൊ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ, അല്ല A കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അത് ഏതെങ്കിലും ഇക്വേഷനിൽ, അതായത് 74ഉം ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് 99 കിട്ടുക. അപ്പൊ B കണ്ടുപിടിക്കാനായിട്ട് 99 ആ കിട്ടിയ ആദ്യത്തെ സംഖ്യയായ 74 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബിയുടെ വിലയും കിട്ടും 25. മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നു എന്നുള്ളൂ. ചിലർക്കൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും കണക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 - 1/2 ഇൻറ്റു 1 - 1/3 ബ്രാക്കറ്റിലാണ് കേട്ടാ, ഇൻറ്റു 1 - 1/4 ഇൻറ്റു കുറച്ച് എന്താ പറയാ കുത്താണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കുന്നത് 1 - 1/10. അതിന്റെ ആൻസർ എന്താണെന്നാണ് ചോദ്യം. 1 - 1/2, 1 - 1/2, 1 - 1/3, 1 - 1/4, അങ്ങനെ 1/5, അങ്ങനെ 1ൽ നിന്ന് നമ്മളുടെ എന്താ പറയാ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ 1 വീതം കൂട്ടി പോകുന്ന, ഛേദം 1 വീതം കൂട്ടി പോകുന്ന ഭിന്നസംഖ്യകൾ ഇങ്ങനെ കുറച്ച് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ് എന്നാണ് ചോദ്യം. എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കണക്ക്? 1/10 1/10 ആണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ, ഇത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എളുപ്പത്തിലും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു പ്രാക്ടിക്കലാക്കി, നമ്മൾ ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങൾ
എന്താ പറയാ ഈ ഇത്തരം ക്വിസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എക്സാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് വിത്തിൻ ലെസ് ടൈം അല്ലെ, കുറച്ച് സമയം ഉപയോഗിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം. അതേസമയം നമുക്ക് ആവശ്യത്തിന് സമയമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരേ തുടർച്ചയായ ഡിനോമിനേറ്റർ, അതായത് നമ്മുടെ ഛേദം ഒന്ന് കൂട്ടി പോകുന്ന തുടർച്ചയായ സംഖ്യകളാണ് ഒന്നിൽ നിന്ന് കുറയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ലാസ്റ്റ് കിടക്കുന്ന ആ ഫ്രാക്ഷൻ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. ലാസ്റ്റ് കിടക്കുന്ന ഫ്രാക്ഷൻ ഇവിടെ 1/10 അങ്ങനെയാണ് 1/10 വന്നിരിക്കുന്നത്. ഇനി അതല്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1 - 1/2 ഒന്നിന്ന് 1/2 കുറയ്ക്കുക എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം 1/2 തന്നെയാണ് അല്ലെ, 1/2 ആണ്. ഒന്നിന്ന് അര കുറയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അരയാണ് ബാക്കി കിട്ടുക. ഇനി ഒന്നിന്ന് 1/3 കുറയ്ക്കുന്നു, അപ്പൊ എന്ത് കിട്ടും? 1/3 കുറച്ചാ 2/3. അടുത്തത് ഒന്നിന്ന് 1/4 കുറയ്ക്കുന്നു, അപ്പൊ എന്ത് കിട്ടും? 3/4. അങ്ങനെ 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 പോയി ലാസ്റ്റ് ഒന്നിന്ന് 1/10 കുറയ്ക്കുമ്പോഴോ 9/10. ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇതാണ് തന്നേക്കണം. അപ്പൊ നമുക്ക് ഇതേ നോക്കി ഇങ്ങനെ സൈഡിലെ ആദ്യത്തെ സംഖ്യയുടെ ഛേദവും രണ്ടാമത്തെ സംഖ്യയുടെ അംശവും തമ്മിൽ വെട്ടി പോകും. അപ്പൊ 3 3 വെട്ടും, 4 4 ഇനി ഇപ്പുറത്ത് 4 ഉണ്ടാവുമല്ലോ, 4 4 വെട്ടും. ഇവിടെ ഒരു 9 വരും, കാരണം 8/9 വരുമ്പോ 9 9 വെട്ടും. അങ്ങനെ 8 വെട്ടും, അങ്ങനെ പോകും. അപ്പൊ ലാസ്റ്റ് വെട്ടാതെ നിൽക്കുന്നത് ആദ്യത്തെ സംഖ്യയുടെ അംശവും അവസാനത്തെ സംഖ്യയുടെ ഛേദവും. അപ്പൊ 1/10 അതാണ് എടുത്ത ഫ്രാക്ഷൻ ആയിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ ഉത്തരം വീണ്ടും 1/10. ഒറ്റ നോട്ടത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ഭിന്നസംഖ്യയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഇങ്ങനെ ഒന്ന് വീതം കൂട്ടി പോയിരിക്കുന്ന ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് കുറച്ചിരിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ലാസ്റ്റ് കിടക്കുന്ന സംഖ്യ ഭിന്നസംഖ്യ എടുത്ത് ചെയ്താൽ 1/10. പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ, അറിയാമായിരിക്കാം പലർക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്ന് കാറുകളുടെ വേഗതയുടെ അംശബന്ധം. ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം. 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം 2:3:4 ആണ്. 2:3:4. 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം 2:3:4 ആണ്. എങ്കിൽ ഒരേ ദൂരം സഞ്ചരിക്കുന്നതിന് അവയുടെ സമയത്തിന്റെ അംശബന്ധം എത്ര? അവയുടെ സമയത്തിന്റെ അംശബന്ധം എത്ര? ഒരേ ദൂരത്തിൽ അവർ സഞ്ചരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവരുടെ സമയത്തിന്റെ അംശബന്ധം നമുക്ക് തന്നിരിക്കുന്നത് വേഗതയുടെ അംശബന്ധം, സ്പീഡിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമിന്റെ റേഷ്യോ ആണ്. ഒരേ ദൂരത്തിലേക്കാണ് വണ്ടികൾ പോകുന്നത്, 3 കാറും എന്ന് വിചാരിക്കുക. വേഗതയുടെ അംശബന്ധം തന്നിട്ടുണ്ട് 2:3:4. ടൈമിന്റെ സ്പീഡിന്റെ റേഷ്യോ 2:3:4 ആണ്. നിങ്ങൾക്ക് കാണേണ്ടത് ടൈമിന്റെ റേഷ്യോ ആണ്. ഒരേ ദൂരം അല്ലേ, ദൂരം നമുക്കറിയില്ലല്ലോ. ടൈം എന്താ? ടൈം കാണാൻ ഇക്വേഷൻ എന്താ? ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗതയാണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലെ. ഒരേ ദൂരത്തിലേക്ക് അല്ലേ പോണേ, ഒരേ ദൂരത്തിലേക്ക്. ദൂരം നമുക്കറിയില്ല, ഒരേ ദൂരം ഈക്വൽ ആയിട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1 എന്ന് കൊടുക്കുക നമുക്ക്. ബൈ സ്പീഡ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ആദ്യത്തെ. അപ്പൊ 2 ആണ് സ്പീഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെയും അതേപോലെ എഴുതി വെക്കാം. T1 T2 T3 അങ്ങനെ വേണമെങ്കിൽ എഴുതിയാൽ മതി, ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. അടുത്തതിന്റെയും ഡിസ്റ്റൻസ് സെയിം ആണ്. ആ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് എല്ലായിടത്തും 1 കൊടുത്തു. ബൈ പക്ഷെ അതിന്റെ സ്പീഡ് മാറിയിട്ടുണ്ട്, 3 ആണ് അതിന്റെ സ്പീഡ് റേഷ്യോയിൽ വന്നേക്കണേ. അടുത്തതില് അതുപോലെ തന്നെ ദൂരം 1 തന്നെയാണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് D എന്ന് കൊടുത്തേക്കണേ, അല്ലെങ്കിൽ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തതില് സ്പീഡ് വന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഇങ്ങനെ വരും, ടൈമിന്റെ റേഷ്യോ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു റേഷ്യോ തന്നിട്ടില്ല. ഉത്തരം തന്നിരിക്കുന്നത് 2:3:4, 6:3:2, 4:3:2, 6:4:3. ഇങ്ങനെയാണ് ആൻസർ കിടക്കുന്നത്. അപ്പൊ ഇതിലേതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 1/2, 1/3, 1/4 എന്നല്ല നമുക്ക് ആൻസറിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻസ്.
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ കൃത്രിമ പണി ഇനിയും ചെയ്യാനുണ്ട് ഇല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നതിലില്ല. ഇതിന് നമുക്ക് വീണ്ടും റേഷ്യോ ഒന്ന് മാറ്റേണ്ടി വരും. ഫ്രാക്ഷൻ ആയിട്ടുള്ള റേഷ്യോ അവിടെ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ റേഷ്യോ മാറ്റാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? എങ്ങനെയാ അംശബന്ധത്തിലാക്കുക? സംഖ്യകളെ എങ്ങനെയാ അംശബന്ധത്തിലാക്കുക? എൽസിയം കൊണ്ട് ഗുണിച്ചാ മതിയോ? അതെ, അതായത് നമുക്കേ എന്താ പറയാ, ഡെസിമൽ നമ്പർ, ദശാംശ സംഖ്യ, അതുപോലെ തന്നെ ഫ്രാക്ഷൻ അല്ലെ, ഈ ഭിന്നസംഖ്യകള്, ഇതിന്റെയൊക്കെ ഛേദങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും ആയിട്ടാണ് തന്നേക്കണെങ്കിൽ ഛേദങ്ങൾ ഒരുപോലെയാക്കണം. അതായത് LCM കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പൊ ഛേദം ഒരുപോലെയാക്കി മാത്രമേ റേഷ്യോ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഛേദം ഒരുപോലെയാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കാം? എത്ര ആക്കാൻ പറ്റും? 2 എത്ര ആക്കാം? 3 എത്ര ആക്കാം? 4 എത്ര ആക്കാം? എത്രയിലേക്ക് ആക്കാം? എത്രയിലാക്കാം? കേട്ടില്ലല്ലോ, പറഞ്ഞല്ലോ ആരും. 12ലേക്ക് ആക്കാം. അതെ, 12ലേക്ക് എല്ലാത്തിനെയും ആക്കാൻ പറ്റും. കാരണം 2ന്റെ ടേബിളിൽ 12 ഉണ്ട്, 3ന്റെ ടേബിളിൽ 12 ഉണ്ട്, 4ന്റെ ടേബിളിൽ 12 ഉണ്ട്. അല്ലെങ്കിൽ 2നെ 3 ആക്കാൻ പറ്റില്ല, 3നെ 4 ആക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോമൺ ആയിട്ട് ഏത് ഡിനോമിനേറ്ററിലേക്ക് ആക്കാൻ പറ്റും അത് വെച്ച് നമ്മൾ അങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ ഗുണിക്കുമ്പോ ഒരു പ്രത്യേകത, ഛേദം മാത്രം ഗുണിച്ചാൽ പോരാ, അംശത്തെയും കൂടി ഗുണിക്കണം. അപ്പൊ ആദ്യത്തേന് 6 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 12 ആക്കാം. അപ്പൊ മുകളിലും 6 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തേന് 4 കൊണ്ട് ഗുണിച്ചാലാണ് 3 12 ആകുള്ളൂ, അതുകൊണ്ട് മുകളിൽ ഗുണിച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തേന് 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 12 ആക്കാൻ പറ്റുക. അപ്പൊ അതിന്റെയും അംശം 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്തായി നോക്കിയേ, 6/12 അല്ലെ, 6/12 ഈസ്റ്റു 4/12 ഈസ്റ്റു 3/12. ഓക്കെ, ഇപ്പൊ കോമൺ ഡിനോമിനേറ്റർ ആയി നോക്കുക. എല്ലാത്തിലും കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ സെയിം ആയി 12 ആണ്. അതങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക, ബാക്കിയുള്ളത് എടുത്ത് എഴുതാം. 6:4:3 എന്ന് പറയുന്നതാണ് സമയത്തിന്റെ, അതായത് ടൈമിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്. 6:4:3 ഇതാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷന്റെ ആ ഒരു സ്റ്റൈലിലുള്ളത്. 2:3:4, 6:3:2, 4:3:2, 6:4:3. ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 6/15 ഇൻറ്റു 2/15. ചെയ്തോളൂ കേട്ടാ. ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചില രീതിയിലൊക്കെ തെറ്റ് വരുത്തും. നിങ്ങൾ ചെയ്തോ? അടുത്തതും ഉണ്ട് 2/5 ഒക്കെ ജസ്റ്റ് വേഗം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹരണം 3/5 നമുക്കറിയാം, പക്ഷെ എങ്കിലും ചിലപ്പോഴൊക്കെ തെറ്റിക്കുന്ന ഫ്രാക്ഷൻസ് ഒക്കെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യത്തെ ഉത്തരം എത്ര കിട്ടിയെന്ന് പറഞ്ഞോ? 12/225. 12/225. ഓക്കെ, കറക്റ്റ് ആണ്. 12/225 ആർക്കും കിട്ടാത്തതില്ലല്ലോ. ഓർക്കുക, ഗുണിക്കുമ്പോ നേരെയാണ് ഗുണിക്കേണ്ടത്. അംശത്തോട്, ഛേദം ഛേദത്തോട്. ചെറുതാക്കിയ കൊള്ളാം, പക്ഷെ ഇവിടെ 12/225 തന്നെയാണ് ഡയറക്റ്റ്, അതായത് ചെറുതാക്കിയിട്ടില്ല. 8/15, 12/50, 12/225, 12/30 ഇങ്ങനെയാണ് ഓപ്ഷൻസ് കിടക്കുന്നത്. ആ 12/225 വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. 3ന്റെ ടേബിളിൽ പോകുന്നു തോന്നുന്നുണ്ട് അല്ലെ? 3ന്റെ ടേബിളിൽ 3 4 12 7 21. അതെ, വേണമെങ്കിൽ ചെയ്ത് 3ന്റെ ടേബിളിൽ പോയില്ല. 225 അല്ലേ? 21 ബാലൻസ് പോലോ പോലെ പോകും. പോകും. 3ന്റെ ടേബിളിൽ പോകും. അപ്പൊ കിട്ടുന്ന ആൻസർ 4/15 എന്നാണ്. സോറി, 4/75 എന്നാണ്. 75. 4/75 എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല, 12/225 തന്നെയാണ്. അടുത്ത ഉത്തരം എന്ത് കിട്ടി? 2/5 2/3. അതെ, അതായത് നമുക്കറിയാം, ഹരിക്കേണ്ടി വരുമ്പോ, ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കേണ്ടി വരുമ്പോ വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യാം. അപ്പൊ 5 5 വെട്ടിപ്പോവും.
3/5 തിരിച്ചിട്ടു നമ്മൾ 5/3 അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ബാക്കി 2/3 ആണ്. 2/3 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5/3 മൈനസ് 5/3 മൈനസ് 3/2. ആൻസർ കണ്ടുപിടിക്കാം. 1/6. 1/6. 1/6 കിട്ടിയോ നോക്ക്. ഡിനോമിനേറ്റർ സെയിം ആക്കി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ × 2, ഇവിടെയും × 2, ഇവിടെ × 3, ഇവിടെയും × 3. അപ്പൊ ആദ്യത്തേല് 10/6 കിട്ടും. 10/6. അടുത്തത് മൈനസ് 9/6. അപ്പൊ 10 ഞാൻ ഒരുമിച്ച് ഒരു കോമൺ ആയിട്ട് എഴുതി. അപ്പൊ നമുക്ക് കിട്ടുക 10 ന്ന് 9 പോയി കഴിഞ്ഞാൽ 1/6 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ 2.1 ഹോൾ ക്യൂബ്. അതിന്റെ ആൻസർ എന്താണെന്നാണ്. 2.1 ക്യൂബ്. 2.1 ക്യൂബ് ആണ് കേട്ടോ, ക്യൂബ്. ഒമ്പത് 9.261. 9.261. 9.261. യെസ്, കറക്റ്റ് ആൻസർ ആണ്. 9.261. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മട്ടത്രികോണത്തിന്റെ ഒരു മിനിറ്റ്. ഒരു മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും യഥാക്രമം ഒരു മട്ടത്രികോണത്തിന്റെ പാദവും ലംബവും യഥാക്രമം 8 cm, 10 cm, 8 cm, 10 cm എങ്കിൽ അതിന്റെ പരപ്പളവ് എത്ര? പെട്ടെന്ന് ചെയ്തോ, പെട്ടെന്ന്. 40. 8 cm, 10 cm ആണ് പാദവും ലംബവും. എന്താണ് പരപ്പളവാണ് ഇക്വേഷൻ മട്ടത്രികോണത്തിന്റെ? ഹാഫ് BH. ഹാഫ് BH ആണ് അല്ലെ. ബി എന്ന് പറഞ്ഞ ബേസ്, എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് അല്ലെ. പാദം ലംബം അതാണ് ബിയും എച്ചും. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഇതെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ 1/2 × ബേസ് 8 × ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 10 ആണ്. അപ്പൊ നമുക്കിത് വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് 4നെ 4 × 10 40 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 5 cm, 4 cm, 3 cm. 5 cm, 4 cm, 3 cm ആയാൽ ത്രികോണത്തിന്റെ
ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എത്ര? കണ്ടുപിടിച്ചേ. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ എന്നുണ്ട് 5, 4, 3 സെന്റിമീറ്റർ വീതമാണ് അതിന്റെ പരപ്പളവ്. ഇത്തരം ത്രികോണങ്ങൾ എന്ത് ത്രികോണം അത്? ആ ത്രികോണത്തിന് എന്തെങ്കിലും പേരുണ്ടോ? വശങ്ങളുടെ നീളങ്ങള് 5, 4, 3 ഒക്കെയാണ് തന്നേക്കണേ. എന്തെങ്കിലും പേരുണ്ടോ അത്തരം ത്രികോണങ്ങൾക്ക്? മട്ട ത്രികോണം തന്നെയല്ലേ? ഉം? വിഷമഭുജ ത്രികോണം അല്ലെ? സ്കാലിൻ ട്രയാങ്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. വിഷമഭുജ ത്രികോണം. വശങ്ങളെല്ലാം വേറെ വേറെ വ്യത്യസ്തമായ അളവുകളോടുകൂടിയ ട്രയാങ്കിൾ ആണ് സ്കാലിൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം. ഈ വിഷമഭുജ ത്രികോണത്തിന് പരപ്പളവ് എങ്ങനെയാ കാണാൻ? വല്ല ഇക്വേഷൻ ഉണ്ടോ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി. അത് തന്നെ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എല്ലാം റൂട്ടിന്റെ അകത്താണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ. എസ്, വാട്ട് ഈസ് എസ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എസ് എന്താണ്? എസ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. മൂന്നും കൂടി കൂട്ടി. അത് തന്നെ, 3 വശങ്ങളും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് എസ് എന്ന് പറയുന്നത്. 3 വശങ്ങളും കൂടി കൂട്ടുക. എയും ബിയും സിയും ഒക്കെ തന്നിരിക്കുന്ന വശങ്ങളാണ്. അതെല്ലാം കൂടി കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എസ് കിട്ടും. എസ് എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ 5ഉം 4ഉം 3ഉം കൂട്ടുക. 5, 4, 3, 9, 9, 3, 12. 12/2 ആണ്. 12/2 എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 അല്ലെ? അപ്പൊ 6 ആണ് എസ് എന്ന് പറയുന്നത്. 6 ആണ് എസ് എന്ന് പറയുന്നത്. 6 കിട്ടി. എസ് ആണ് 6 കിട്ടിയ. ഇനി ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ എന്താ വരിക? റൂട്ട് ഓഫ് 6 ഇൻറ്റു 6 ഇൻറ്റു 6 മൈനസ് 5. 6 മൈനസ് 4 6 മൈനസ് 3. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പൊ റൂട്ട് ഓഫ് വീണ്ടും ഇടുക. 6 ഇൻറ്റു അങ്ങനെ തന്നെ എഴുതാം. 6 മൈനസ് 5, 6 ന്ന് 5 കുറച്ചാ 1 അല്ലെ? 6 ന്ന് 4 കുറച്ചാൽ 6 മൈനസ് 2 ഉണ്ട്, 4 ഉണ്ട്, അപ്പൊ 2. പിന്നെ 6 മൈനസ് 3 3. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒന്നുകിൽ ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഉള്ളിലുള്ള റൂട്ടിനകത്തെ ഗുണിച്ചിട്ട് എഴുതുമ്പോ എന്താ പ്രത്യേകത എന്നറിയോ? എല്ലാം കൂടി ഗുണിക്കുമ്പോ വലിയ സംഖ്യയായി പോകും. വലിയ സംഖ്യയായ റൂട്ട് കണ്ടുപിടിക്കാൻ ചിലപ്പോ നമുക്ക് പറ്റിയെന്ന് വരില്ല, കുറെ സമയം എടുക്കും. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ രീതി ഉണ്ട്, വലിയ ഹരിക്കുന്ന രീതി. ഇതിലേതെങ്കിലും ഉപയോഗിച്ച് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ തന്നേക്കണ സംഖ്യകളെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. 6നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3 ഇൻറ്റു 2 ആക്കാം അല്ലെ? അപ്പൊ ഇന്ന് ഒരു 1 ആണ്. 1 കൊണ്ട് ഗുണിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഒരു 2 ഇൻറ്റു 3 ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഇതിവിടെ കിടന്നത് ഇത് ഞാൻ ഈ 6നെ സ്പ്ലിറ്റ് ചെയ്തതാ. 3 ഇൻറ്റു 2. ഇപ്പൊ നോക്കിയേ, 2 3 അതിൽ നിന്ന് ഒരു 3 എടുത്തു. 2 2 അതിൽ നിന്ന് ഒരു 2 എടുത്തു. സോ എത്ര കിട്ടും ഏരിയ? 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഉത്തരം കിട്ടും. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സ്കാലിൻ ട്രയാങ്കിൾ. അതായത് നമുക്കറിയാം വിഷമഭുജ ത്രികോണം ആകുമ്പോ എല്ലാ വശങ്ങളും വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ വശങ്ങളാകുമ്പോ അത് അത്തരം ത്രികോണങ്ങളുടെ ട്രയാങ്കിൾസിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ആണ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഹെറോൺസ് ഫോർമുല എന്നുകൂടി അതിന് പേരിട്ടിട്ടാ. ഹെറോൺസ് ഫോർമുലയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 48 സെന്റിമീറ്റർ 48 സെന്റിമീറ്ററും അതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:2:1 ആയാൽ 3:2:1 3:2:1 ആയാൽ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എത്ര? ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എത്ര? പെട്ടെന്ന് കണ്ടുപിടിക്കാം.
എത്ര? 8 സെന്റിമീറ്റർ. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറയാ. 8 സെന്റിമീറ്റർ ആണ് ഉത്തരം. എല്ലാവർക്കും കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അർദ്ധവൃത്തത്തിലെ കേന്ദ്രകോണിന്റെ അളവ് എത്ര? അർദ്ധവൃത്തത്തിലെ കേന്ദ്രകോണിന്റെ അളവ് എത്ര? 150. അർദ്ധവൃത്തത്തിലെ കേന്ദ്രകോണിന്റെ അളവാണ് ചോദിച്ചത്. 150. കൺഫ്യൂസ്ഡ് ആകരുത്. ഇനി ഞാൻ ചോദിക്കട്ടെ, അർദ്ധവൃത്തത്തിലെ കോണിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു അർദ്ധവൃത്തത്തില് എവിടെയെങ്കിലും നമ്മൾ ഒരു പോയിന്റില് ഒരു ആംഗിൾ, ഒരു കോൺ മാർക്ക് ചെയ്താൽ, മനസ്സിലായില്ല ചോദ്യം? ഇതൊരു അർദ്ധവൃത്തം, അതായത് നമ്മളൊരു അർദ്ധവൃത്തം വരച്ചു. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു ആംഗിൾ മാർക്ക് ചെയ്താൽ, ഈ ആംഗിൾ എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തത്. വാട്ട് ഈസ് ദ ആംഗിൾ പി? പി എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിട്ടാ, ഓർത്തിരുന്നേക്കണേ. ഇപ്പൊ ചോദിച്ചത് അർദ്ധവൃത്തത്തിലെ ഈ കേന്ദ്രത്തിലുണ്ടാകുന്ന ഈ കോണാണ്. ഇതിങ്ങനെ അറിയാലോ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് 180 ഡിഗ്രി, 150 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ 150 ഡിഗ്രിയാണ്. ആ നമ്മൾ പറയുന്നത് അതല്ല, വേറെയും രീതിയിലും വരാം. അതിന്റെ 2 അഗ്രബിന്ദുക്കൾ നമുക്കറിയാം. അർദ്ധവൃത്തത്തില് അതിന്റെ വ്യാസത്തിൽ കൂടി ആയിരിക്കും കടന്നു പോകുക. ആ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന കോൺ, അങ്ങനെയും ചോദിക്കാം. അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചത് കണ്ടല്ലോ, ഇതാണ് വ്യാസം. ഈ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട് പി എന്ന് പറയുന്ന പോയിന്റില്. സോ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ ഡാഷ് ആണ്. വ്യാസം ഡയമീറ്റർ ആണ്. ഒരു ഏറ്റവും ലോങ്സ്റ്റ് കോർഡ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ എന്ന് പറയുന്നത് വ്യാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് 142.5 കിലോഗ്രാം. 142.5 കിലോഗ്രാം ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. ഗ്രാം ആണ് ചോദിച്ചത്. 142.5 കിലോഗ്രാം എന്ന് പറയുന്നത് ഡാഷ് ഗ്രാമിന് തുല്യമാണ്. പോയിന്റ് 0.1425 എന്നാണ് ഒരാൾ പറഞ്ഞേക്കുന്നത്. അത് തന്നെയാണോ? അല്ല, 1,00,000. അതൊരു 2 0 കൂടി ചേർക്കണം അല്ലെ. അതായത് ഗ്രാമിലേക്കാണ്. ഗ്രാം എന്ന് പറയുമ്പോൾ കിലോഗ്രാമിനേക്കാളും അളവിൽ ഇങ്ങനെ കൂടുതൽ വരും, വലിയ സംഖ്യ വലുതാകും അല്ലെ. കാരണം മറ്റേത് നമ്മൾ 1000 കൊണ്ട് നമുക്കറിയാലോ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാ? 1 കിലോഗ്രാം 1000 ഗ്രാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 kg എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ആണ്. ഓക്കെ, കണ്ട, 1 കിലോഗ്രാം 1. മറ്റേത് ഗ്രാമിലേക്ക് വന്നപ്പോ സംഖ്യയുടെ വലിപ്പം കൂടി, അതായത് എഴുതുന്ന ആ ഒരു ഡിജിറ്റുകളുടെ എണ്ണം കൂടി 1000 ഗ്രാം ആയി മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 142 കിലോഗ്രാം എന്ന് പറയുമ്പോ എത്രയായി? 142 കിലോഗ്രാം. പിന്നെ ഒരു 0.5 കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 2 0 1000 കൊണ്ട് ഗുണിക്കണം എന്നർത്ഥം. കിലോഗ്രാമിനെ
ഗ്രാമിലേക്ക് ആക്കാൻ, അതായത് നമ്മളുടെ പോയിന്റ് ഒക്കെ ഉള്ള സംഖ്യകളാണെങ്കിൽ അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1000, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 1000 കൊണ്ട് ഗുണിക്കുമ്പോ ഒരു 0 ആ പോയിന്റിന് വേണ്ടി പോകും, 0.5ന്റെ, പിന്നെ 2 0 ബാക്കിയുണ്ട് 1000-ൽ, അപ്പൊ 2 0 ഇട്ട് കൊടുക്കാം. 1,42,500 ഗ്രാം ആണ്. റൈറ്റ്? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 6 പൈ 6 പൈ ആണ് എങ്കിൽ 6 പൈ, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 6 പൈ എങ്കിൽ വൃത്തത്തിന്റെ ആരം എത്ര? വൃത്തത്തിന്റെ ആരം എത്ര? റേഡിയസ് കണ്ടുപിടിക്കാം. മൂന്ന് സെന്റിമീറ്റർ. 2 cm, 3 cm, 4 cm, 6 cm എന്നൊക്കെ ആൻസർ ഉണ്ട്. 3. എല്ലാവർക്കും 3 കിട്ടിയോ? പെരിമീറ്റർ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πr. 2πr ആണ്. അതിൽ ആ 2πr എത്രയാണെന്ന്, അതായത് പെരിമീറ്റർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 6 പൈ. അപ്പൊ 6 പൈ ഈക്വൽ ടു 2πr ആണ് അല്ലെ? പയ്യും പയ്യും വെട്ടിക്കളയാം. ദെർഫോർ r കാണാനായിട്ട് 6ന്റെ അടുത്തേക്ക് ഇൻറ്റു ചെയ്യാനുള്ള 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ 3 ആണ്. 3 സെന്റിമീറ്റർ ആണ് റേഡിയസ് കിട്ടുക, 3 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. x plus y, ക്വസ്റ്റ്യൻ അതാണ്. x plus y സമം 75, 75. x minus y സമം 25, 25. Then y is dash. അങ്ങനെയാണെങ്കിൽ y എത്ര? വൈയുടെ വില കണ്ടുപിടിക്കാം. 25. 0, 50, 25, നെഗറ്റീവ് 25 എന്നൊക്കെയാണ് ആൻസർ കൊടുത്തേക്കണേ. ഇരുപത്തഞ്ച് കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ആ, അടുത്തത് നാല് പേനയ്ക്കും 5 പെൻസിലിനും കൂടി 4 പേനയ്ക്കും 5 പെൻസിലിനും കൂടി 125 രൂപയാണ്. 125 രൂപയാണ്. 4 പേനയ്ക്കും 5 പെൻസിലിനും കൂടി 125 രൂപയാണ്. ഈ പ്രസ്താവനയ്ക്ക് തുല്യമായത് ഏത്? ഇക്വേഷൻ പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് തുല്യമായത് ഇപ്പൊ ഈ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം, അത് നിങ്ങൾ എഴുതണം. കാരണം അതിൽ നിന്ന് തുല്യമായത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴും അത് തന്നെ വരുള്ളൂ. 4 പേനയ്ക്കും 5 പെൻസിലിനും കൂടി 125 രൂപയാണ് വില. ഈ പ്രസ്താവനയ്ക്ക് തുല്യമായത് ഏത്? പറയാം. 4x plus 5 സമം 125. ഒരു പ്രസ്താവന ഇങ്ങനെയാണ്, അതായത് ഒരെണ്ണം ആൻസർ ഇങ്ങനെയാണ്. 4x plus 5 സമം 125 ആണോ? അടുത്തത് 5x minus 4y equal to 125. 125.
5x മൈനസ് 4y സമം 125. അടുത്തത് ഒരെണ്ണം 4x പ്ലസ് 5y സമം 125. അങ്ങനെയാണോ അതോ 4x ഈക്വൽ ടു 5y പ്ലസ് 125 എന്നാണോ? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? 4x plus 5y is equal to 125. ഓക്കെ, ഇതാണ് അല്ലെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട്. 4 പേന 4x പ്ലസ് 5 പെൻസിൽ വേറെയാണ്, പെൻസിലിന്റെ വില വേറെ ആയതുകൊണ്ട് y എടുത്തു. അപ്പൊ 5y സമം 2 കൂടി കൂട്ടി 125. സോ ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് x പ്ലസ് y സമം 5, x പ്ലസ് y സമം 5, x മൈനസ് y സമം 3 എങ്കിൽ x സ്ക്വയർ മൈനസ് y സ്ക്വയർ എത്ര? x പ്ലസ് y സമം 5, x മൈനസ് y സമം 3, സ്ക്വയർ മൈനസ് y സ്ക്വയർ. പതിനഞ്ച്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അടുത്തത് പറയണ്ടല്ലോ, നമ്മൾ ചെയ്തത് തന്നെയാ, നേരത്തെ ചെയ്തു. ഇത് വേണമെങ്കിൽ വെട്ടി പോകും. ബാക്കി 2x ഈക്വൽ ടു 8 അല്ലേ? അപ്പൊ എക്സും വൈയും കിട്ടുമല്ലോ. എക്സ് എന്ന് പറയുന്നത് 8/2, 4 കിട്ടി. എക്സിന്റെ വില 4 കിട്ടി. അതുപോലെ തന്നെ വൈയുടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ നമ്മള് വൈയുടെ വിലയും കിട്ടും. ചെറിയ സംഖ്യ, ഇപ്പൊ വലിയ സംഖ്യ കിട്ടി 4. അപ്പൊ ചെറിയ സംഖ്യ കിട്ടാനായിട്ട് ഇത് നമ്മൾ കുറച്ചാൽ മതി. 5 ന്ന് 3 കുറച്ചു. അപ്പൊ 2 കിട്ടും. 2/2 1 കിട്ടും. ആണോ? അപ്പൊ 4ഉം 1ഉമാണ് നമുക്ക് സംഖ്യ കിട്ടുക. പക്ഷെ നമുക്ക് ചോദിച്ചത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 4 സ്ക്വയർ മൈനസ് വൈയുടെ വില കിട്ടിയത് 1 ആണ്. 1ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16, 16 മൈനസ് 1 15 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇതാ 1 പ്ലസ് 100 മൈനസ് 1 മൈനസ് 100. ഇതിന്റെ ആൻസർ എന്താണെന്നാണ്? 0. വേറെ ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? 0 അല്ലാണ്ട് 100 1 ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, 0 അല്ലേ? ഇങ്ങനെ നോക്കിയാൽ മതി. ഇതേ ഒരു പോസിറ്റീവ് 1 ഉണ്ട്, നെഗറ്റീവ് 1 ഉണ്ട്. വെട്ടിപ്പോവും. പോസിറ്റീവ് 100 ഉണ്ട്, നെഗറ്റീവ് 100 ഉണ്ട്. 0 ആണ് ആൻസർ വരിക കേട്ടാ. അടുത്തത് അടുത്തത് 6, 10, 14. ഇതാ 6 കോമന്റ് എഴുതണേ. 6, 10, 14 കുറച്ച് കുത്തിടാ. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. 6, 10, 14 എന്ന് പറയുന്ന ശ്രേണിയാണ്. അതിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ്. ഞാൻ കണ്ടുപിടിക്കും. എന്തെങ്കിലും അറിയാമോ? ശ്രേണിയിലെ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തെങ്കിലും അറിയോ? സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക അറിയില്ല? n/2 into x1 plus
xn. കേട്ടിട്ടുണ്ടാ? സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാൻ. ഹലോ, പോയി എല്ലാരും? ഹലോ ഹലോ. കേക്കണില്ലേ? കേക്കണല്ലോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് മിസ്. ആ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? ആ, അപ്പൊ ഇത് വെച്ചിട്ട് x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദം. അപ്പൊ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് 6, 10, 14. അപ്പൊ x1 എന്ന് പറയുന്നത് ഇതിനകത്ത് 6 ആണ്. ഓക്കെ, ഇനി എന്താ പറയാ, 10 പദങ്ങളുടെ ആദ്യത്തെ 10 പദങ്ങളുടെ, അതായത് 10ാമത്തെ സംഖ്യ വേണം. അപ്പൊ അതിനകത്ത് xn എന്ന് പറയുന്നത് 10ാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് ഇവിടെ 10ാമത്തെ പദം തന്നിട്ടില്ല. 10ാമത്തെ 10th ടേം ആണ് കേട്ടാ. 10 അല്ല, 10ാമത്തെ പദം. അപ്പൊ എങ്ങനെയാ, എത്രാമത്തെ വേണമെങ്കിലും നമുക്ക് പദം കണ്ടുപിടിക്കാൻ. ആ, അത് തന്നെ, a+n-1 into d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എത്രാമത്തെ വേണമെങ്കിലും പദം നമുക്ക് ഒരു ശ്രേണിയിലെ കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ആദ്യ പദം, അത് നമുക്ക് ഇപ്പൊ തന്നിട്ടുണ്ട് 6. 6 പ്ലസ് 10ാമത്തെ പദമാണ് കാണേണ്ടത്. അപ്പൊ 10 - 1 കൊടുക്കുക. എത്രാമത്തെ പദം കാണണോ അത് ആ ബ്രാക്കറ്റിൽ കൊടുക്കണം. 25ാമത്തെ ആണെങ്കിൽ 25 - 1, 30ാമത്തെ ആണെങ്കിൽ 30 - 1, 100ാമത്തെ ആണെങ്കിൽ 100 - 1. ഡി പൊതു വ്യത്യാസം എത്ര വീതം കൂട്ടി കൂട്ടി പോയിക്കണേ? 6 കഴിഞ്ഞ് 10, 10 കഴിഞ്ഞ് 14. ഓക്കെ, 4 വീതാണ്. അപ്പൊ 6 പ്ലസ് 10 1 കുറച്ചാൽ 9, 9 into 4. 6ന്റെ കൂടെ 9 കൂട്ടിയിട്ടല്ല ഗുണിക്കുക. 6 സെപ്പറേറ്റ് അവിടെ നിൽക്കട്ടെ. 9നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 9 × 4 36 ആണ്. 36ന്റെ കൂടെയാണ് 6 കൂട്ടേണ്ടത്. ദാറ്റ് മീൻസ് 42. അപ്പൊ 10ാമത്തെ സംഖ്യ ഈ ശ്രേണിയിലെ 42 ആണ്. 10ാമത്തെ സംഖ്യ 42 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഇക്വേഷനിലേക്ക് പോകാം. ഇതാണ് തുക കാണാനുള്ള ഇക്വേഷൻ. n/2 into x1 plus xn. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. 10 പദങ്ങളുടെ തുകയായതുകൊണ്ട് 10 ആണ് n-ന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. 10/2 into x1-ന്റെ സ്ഥാനത്ത് 6ഉം 10ാമത്തെ പദം xn നമുക്ക് കിട്ടിയത് 42 42 അല്ലേ? അതെ. ഓക്കെ, ഈ 10നെ ഈ 2 കൊണ്ട് നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 5 പ്രാവശ്യം 5 into 42 6 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 48. അപ്പൊ 48 into 5 എത്രയാണോ ഗുണിക്കുമ്പോ കിട്ടുന്നത്, അതാണ് നമ്മുടെ ആൻസർ. സോ ആൻസർ എത്ര കിട്ടി? 240 ആണ്. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ തുടർച്ചയായ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടി 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 ഉണ്ടാക്കുന്ന ശ്രേണിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് വിളിക്കുക. സമാന്തര ശ്രേണിയുടെ പ്രത്യേകത തൊട്ടടുത്തുള്ള 2 സംഖ്യകൾ വീതം എടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം ഒരുപോലെ ഇരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് ഇങ്ങനെ കൂട്ടി കൂട്ടി, ഇപ്പൊ 2, 4, 6, 8 എന്ന് പറയുമ്പോൾ 2 കൂട്ടി കൂട്ടി പോകുന്നു. 3ന്റെ ടേബിൾ, 3ന്റെ ഗുണന പട്ടിക 3, 6, 9, 12, 15 അങ്ങനെ പോകുമ്പോ 3 വീതം കൂട്ടി പോകുന്നു. സോ കോമൺ ഡിഫറൻസ് അവിടെ 3 ആയിട്ട് വരുന്നു. ഓക്കെ, അങ്ങനെ ഏത് വേണമെങ്കിലും ഒരു ശ്രേണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഫ് കോമൺ ഡിഫറൻസ്, ആ പറയുന്ന അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ മാത്രമാണ് അത് സമാന്തര ശ്രേണിയാകുക. വ്യത്യാസം വ്യത്യസ്തമായി കഴിഞ്ഞാൽ അത് സമാന്തര ശ്രേണിയല്ല. ഓക്കെ, അതുകൂടി അറിഞ്ഞിരിക്കണം. അതിന്റെ കൂടെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രേണി അതിന്റെ പദങ്ങളുടെ തുക ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഏത് പദങ്ങളുടെ എത്രാമത്തെ വേണമെങ്കിലും പദം കണ്ടുപിടിക്കാം. എല്ലാവരും നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പൊ 100ാമത്തെ പദം എത്ര വരും? ഒരു ശ്രേണി ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, 2, 10 അങ്ങനെ 8 വീതം കൂട്ടി കൂട്ടി ഞാൻ 18 ഇങ്ങനെ എഴുതി. ഞാൻ ചോദിക്കുകയാണ് ഇതിനകത്ത് 200ാമത്തെ ടേം ഏത് വരും എന്ന് പറയുമ്പോ ഇങ്ങനെ കൂട്ടി കൂട്ടി 200ാമത്തെ വരെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ? അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൗകര്യപ്രദമായിട്ട് എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. a+n-1 into d എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതാണ് n. പിന്നെ d അറിയാം, കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് തുക കണ്ടുപിടിക്കാനും ഒക്കെ ഉപയോഗിക്കാനുള്ളത് n/2 into x1 - xn. നമുക്കറിയാം മറ്റേ എണ്ണൽ സംഖ്യകളുടെ തുക ആണെന്നൊക്കെ നമുക്കറിയാലോ. എണ്ണൽ സംഖ്യയുടെ തുകയാണെങ്കിലോ n into n+1/2 അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇക്വേഷൻസ് അതനുസരിച്ചിട്ട് നമ്മൾ തെറ്റിക്കാണ്ട് എഴുതണം. ഇനി നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിലില്ലേ, ഈ നമ്മുടെ ഈ ക്ലാസ്സസിൽ തുടങ്ങിയിട്ടേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഏത് മാസം തുടങ്ങി ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഏത് ഇയർ തുടങ്ങി ജോയിൻ ചെയ്തവരുണ്ട് എന്നൊന്ന് പറയാൻ പറ്റുമോ? ദാറ്റ് മീൻസ് കുറെ പഴയത് എടുക്കാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാ. അറിയാൻ പറ്റുമോ? ഇപ്പൊ ആകെ എത്ര പേര് ഇരിക്കുന്നു ഇവിടെ? 10 പേര് ഇരിക്കുന്നുള്ളൂ. 12 പേരിൽ 2 ഞാനാ. 10 പേര്
നിങ്ങൾ ഏത് മന്തിൽ ഏത് ഇയറിൽ ജോയിൻ ചെയ്തവരാണെന്നൊന്ന് പറയുകയാണെങ്കിലേ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ ടോപ്പിക്കിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്താലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കണേ. ആരെങ്കിലും ഒരാൾ പറയോ? സ്വാതി, ഞാൻ വിളിക്കാം. ഞാൻ സ്വാതി ഒന്ന് പറയോ ആദ്യം? ഞാൻ 1 വർഷം കഴിഞ്ഞു മിസ്. എന്റെ തീരാറായി. കഴിയാറായതാണ്. ഈ മാസം കൂടെ ഉള്ളൂ. അല്ലടാ, ഒരു ഏകദേശം ആ ഒരു ജോയിൻ ചെയ്ത മന്ത് അത് 23-ലാണോ? 1.5 വർഷമായി. ഒരു മാർച്ച് മാസം ഏപ്രിൽ മാസമായി. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, വേറെ അടുത്തതാ സഫ, പറയാമോ? പറയില്ല. 1 വർഷം കഴിഞ്ഞു മാഡം. 1 ഇയർ കഴിഞ്ഞു. അടുത്തതോ അശ്വിൻ. ഇവിടെ കൊടുത്തേക്കണ പേരാണ്ട ഞാൻ വായിക്കണേ. 1 ഇയർ ആവുന്നേ ഉള്ളൂ. ഡിസംബറിലേക്ക് 1 ഇയർ ആവും. ഏത് മാസം? ഡിസംബർ 25-ന് ചേർന്നത്. ആ, അപ്പൊ ഡിസംബർ 2023 ജോയിൻ ചെയ്ത ആളായിരിക്കും അല്ലേ? അതെ. ഓക്കെ. അടുത്തത് ഷാജി. 24 മാർച്ചിനാണ്. മാർച്ച് 2024 അല്ലേ? അതല്ലേ? അതെ അതെ അതെ. ഓക്കെ. നൗസിയ. ഞാൻ മാസം അറിയത്തില്ല. 7 മാസമൊക്കെ. 2024-ലാണല്ലേ? ആ ഓക്കെ. 7 months അല്ലേ? അതെ മിസ്. ഓക്കെ ഓക്കെ. ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ എനിക്ക് കിട്ടാൻ. ആര്യ? മിസ് 2023 ജൂലൈയിലാണ്. ജൂലൈ. ഓക്കെ. ആര്യ. ഓക്കെ. ഇന്നാരാ ഉള്ളത്? ആര്യ കഴിഞ്ഞൊന്ന് പറയാമോ? ആരെങ്കിലും എവിടെ ഉണ്ട്? ഇത് വായിക്കണം. മാർച്ച് 24. ആരാ? റീഷ്ന അല്ലേ? മാർച്ച് 24. റീഷ്ന. ഒരാൾ കൂടി ഉണ്ടല്ലോ. പറയോ? പറയില്ല. ഇത് പുതിയ അഡ്മിഷൻ എടുക്കണ്ടില്ല. കേട്ടില്ല. പുതിയ സോറി, ഞാൻ കേട്ടില്ല കേട്ടോ. എന്താ പറഞ്ഞെന്ന് തോന്നുന്നു. സാരില്ല. ഓക്കെ, ഞാനതൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നിങ്ങൾ ജോയിൻ ചെയ്ത സമയം ഒന്നറിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ടോപ്പിക്സ് കൊണ്ടുപോകാലോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ. ടാറ്റ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു.